പ്രളയത്തെ നേരിടാൻ ഉത്തരാഖണ്ഡിന് 1200 കോടി രൂപ അനുവദിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെയാണ് സഹായധനം പ്രഖ്യാപിച്ചത്. നേരത്തെ പഞ്ചാബിന് 1600 കോടിയും ഹിമാചൽ പ്രദേശിന് 1500 കോടി രൂപയും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അനൂപ് ദാസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. അനൂപ്, പ്രളയത്തിന് പിന്നാലെ ഉത്തരാഖണ്ഡിന് ലഭിക്കുന്ന ആശ്വാസ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ? 1200 കോടി രൂപയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ദരാലി എന്ന സ്ഥലത്ത് ഒരു ഉരുൾപൊട്ടൽ നമ്മൾ കണ്ട ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായി. മറ്റിടങ്ങളിൽ കാര്യമായ കുഴപ്പങ്ങളൊന്നും ഉത്തരാഖണ്ഡിൽ ഉണ്ടായിട്ടില്ല. പ്രളയം ഉണ്ടായിട്ടുണ്ട്, ആളുകൾ അതിൻ്റെ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്, ആയിരക്കണക്കിന് കുടുംബങ്ങൾ മാറ്റി താമസിച്ചിട്ടൊക്കെ ശരി തന്നെ. പക്ഷേ അതിഭയങ്കരമായ ഒരു കുഴപ്പം നേരത്തെ ഒരിക്കലും സംഭവിക്കാത്തതൊന്നുമല്ല സംഭവിച്ചത്. പ്രളയം ഉണ്ടായിട്ടുണ്ട്. 1200 കോടി രൂപ അവിടെ കൊടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് പഞ്ചാബിനും ഒപ്പം തന്നെ ഹിമാചലിനും സഹായധനം പ്രഖ്യാപിച്ചത്. പഞ്ചാബിന് 1600 കോടി, ഹിമാചൽ പ്രദേശിന് 1500 കോടി രൂപയും കൊടുത്തു. എന്തായാലും കേന്ദ്ര സർക്കാർ ഈ പ്രഖ്യാപനം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കഴിഞ്ഞ് ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത. കേരളത്തിന്റെ വലിയ പ്രളയം നമ്മൾ എത്രയോ വർഷങ്ങളായി അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാളുകളായി അനുഭവിക്കുന്ന നീറ്റൽ പലപ്പോഴായി കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക് കൈനീട്ടി എത്തുന്ന സാഹചര്യം, അതൊക്കെ നോക്കുമ്പോൾ ഒരു താരതമ്യത്തിലേക്ക് പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉരുത്തിരിയുന്നുണ്ടോ അനൂപ് ദാസ്? കാരണം നമ്മുടെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വന്നതാണ്. അതിനുശേഷം പ്രധാനമന്ത്രി യാതൊരു പ്രഖ്യാപനവും നടത്തിയില്ല എന്ന് മാത്രമല്ല, നമ്മൾ ചോദിച്ചത് 2000 കോടി രൂപയുടെ പാക്കേജാണ്. നമുക്ക് അനുവദിച്ചത് 530 കോടി രൂപയുടെ സഹായം എന്ന് പറയുന്നത് ലോണാണ്. 50 കൊല്ലം കൊണ്ട് നമ്മളത് തിരിച്ചടയ്ക്കണം, പലിശയില്ലാന്നൊരു സഹായം മാത്രം. എന്നാൽ പഞ്ചാബിനും ഉത്തരാഖണ്ഡിനും ഹിമാചൽ പ്രദേശിനും പണം വാരിക്കോരി കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തോട് വിവേചനം കാണിക്കുന്നു എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. നമ്മൾക്ക് എന്തുകൊണ്ട് പണം ലഭിക്കുന്നില്ല എന്ന ചോദ്യത്തിന് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് കണക്ക് നോക്കുന്നു എന്നൊക്കെയാണ്. പക്ഷേ അപ്പുറത്ത് ഒരു കണക്കുമില്ലാതെ കാര്യം കൊടുക്കുകയും ചെയ്യുന്നുമുണ്ട്. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കേരളത്തിന്റെ ആവശ്യങ്ങൾ ഇപ്പോഴും ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കരുത് എന്നല്ല പറയുന്നത്. ആ പ്രളയത്തിന്റെ കാഠിന്യത്തിൽ, മൂർധന്യത്തിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൈത്താങ് നൽകണം. അതുപോലെ അത് എല്ലായിടത്തിലും അത് ബാധകമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്.